ഫോണിൽ തന്നെ. നിനക്ക് അതൊക്കെ ഒന്ന് എടുത്തു വെച്ചൂടെ? എന്നിട്ട് പോയിരുന്ന് പത്രം വായിക്കും, ഇച്ചിരി വിവരമെങ്കിലും ഉണ്ടാവട്ടെ. നമസ്കാരം. വായിക്കാത്ത ശവങ്ങളെയല്ല, വായിക്കുന്ന ജീവനുകളെയാണ് നമുക്ക് ആവശ്യം. അതെ, ഇന്ന് ജൂൺ 19 വായന ദിനം. അറിവിന്റെ മഹാസമുദ്രം മലയാളികൾക്ക് മുന്നിൽ തുറന്നു കാട്ടിയ മഹാനായ PN പണിക്കരുടെ ചരമദിനം. പുസ്തകങ്ങളെ നട്ടുവളർത്തുക, അറിവിന്റെ ഫലങ്ങളായി പ്രകാശിക്കും. ഈ വായന ദിനത്തിൽ അറിവിന്റെ ആകാശത്തിലേക്ക് പുസ്തകങ്ങളുടെ കീഴിൽ നമുക്ക് പറഞ്ഞു തരാം. ഇനി തൃശൂർ വെസ്റ്റ്ഫോർട്ട് കോളേജ് ഓഫ് നഴ്സിംഗിലെ 1ാം വർഷ വിദ്യാർത്ഥികളുടെ വായന ദിന ആഘോഷങ്ങളിലേക്ക്. നമസ്കാരം. ഇന്ന് ജൂൺ 19 ലോക വായനാ ദിനം. നമ്മൾ മലയാളികളെ അക്ഷരങ്ങളുടെയും പുസ്തകങ്ങളുടെയും ലോകത്തേക്ക് കൈപിടിച്ചു ഉയർത്തിയ, ഗ്രന്ഥശാല പ്രസ്ഥാനത്തിലൂടെ വായനയെ പ്രോത്സാഹിപ്പിച്ച, ഒരു ഗ്രന്ഥശാല പോലും ഇല്ലാത്ത ഗ്രാമം ഈ കേരളക്കരയിൽ ഉണ്ടാകരുത് എന്ന സന്ദേശം നമ്മളിൽ നൽകിയ ശ്രീ കൊതുവായിൽ നാരായണ പണിക്കരുടെ ഓർമ്മ ദിനമായ ഇന്ന് ഞങ്ങൾ വെസ്റ്റ്ഫോർട്ട് കോളേജ് ഓഫ് നഴ്സിംഗിലെ ആദ്യവർഷ വിദ്യാർത്ഥികൾ ഈ അടച്ചുപൂട്ടിയ കാലഘട്ടത്തിലും വായനയും അതിന്റെ പ്രാധാന്യത്തെയും കൂട്ടിച്ചേർത്തിണക്കിയ ദൃശ്യവിസ്മയത്തിലേക്ക്. അറിവം വരമിന്നറിയണം, വിജ്ഞാനങ്ങൾ നുകരേണം, ഒരു സൽക്കൂട്ടായി നിന്നും പുസ്തകമിൻ കയ്യിൽ വേണം. തീന്നുകരം അറിവിൻ പൂവിൽ നിന്നും മനസ്സു നിറച്ചിടാം. അലകടലിൽ പതിയും നുര പോൽ ചിന്തകളേറെ മലരാക്കാം. ഒരു നാളാ കുന്നിൽ കയറാം, അറിവിൻ ചിപ്പു തുറന്നീരാം. എല്ലാ മനുഷ്യരുടെയും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കടന്നുപോയിട്ടുള്ള അവസ്ഥയാണ് ഒറ്റപ്പെടലിൻ്റെത്. നാം വളരെയധികം സ്നേഹിക്കുന്നവരുടെ സാമീപ്യം പോലും ലഭ്യമാകാത്ത അവസ്ഥ. ഈ സാഹചര്യങ്ങളിൽ നമ്മെ സഹായിക്കുന്നവയാണ് പുസ്തകങ്ങൾ. ഒരു പുസ്തകം നാം വായിക്കുമ്പോൾ അതിൻ്റെ എഴുത്തുകാരന്റെ ചിന്തകളിലൂടെ, വിവിധ സാഹചര്യങ്ങളിലൂടെ, ചുറ്റുപാടുകളിലൂടെ ഒക്കെയും നമുക്ക് സഞ്ചരിക്കാൻ സാധിക്കും. നാം ജീവിതത്തിൽ പലപ്പോഴും നിർണായകമായ തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും. എന്നാൽ നമ്മുടെ ഈ ചെറിയ ജീവിത പരിചയം വെച്ച് ആ തീരുമാനങ്ങൾ പൂർണ്ണമാകാൻ സാധിക്കുകയില്ല. ഈ സാഹചര്യങ്ങളിലാണ് പുസ്തകം നമ്മെ സഹായിക്കുന്നത്. എന്റെ ജീവിതത്തിൽ ഏറെ സ്വാധീനം ചെലുത്തിയ ഒരു പുസ്തകമാണ് ബ്രസീലിലെ എഴുത്തുകാരനായ പൗലോ കൊയ്ലോ എഴുതിയ ആൽക്കെമിസ്റ്റ്. സാന്റിയാഗോ എന്ന ആട്ടിടയൻ തന്റെ നിധിയും തേടി ഈജിപ്തിലെ പിരമിഡുകളിലേക്ക് യാത്ര ചെയ്യുന്നതാണ് ഈ പുസ്തകത്തിന്റെ പ്രമേയം. ജീവിതത്തിൽ നാം എന്ത് നേടണമെന്ന് ആഗ്രഹിച്ചാലും ഈ പ്രപഞ്ചം നമ്മെ അത് നേടുന്നതിന് സഹായിക്കും എന്ന ഒറ്റ ചിന്ത മതി ഈ പുസ്തകം ജനഹൃദയങ്ങളിൽ എത്രമാത്രം സ്വാധീനം ചെലുത്തിയെന്ന് മനസ്സിലാക്കാൻ. ഈ വായനാ ദിനത്തിൽ ഏവർക്കും എന്റെ ആശംസകൾ നേരുന്നു. ജോസഫ് അന്നംകുട്ടി ജോസിന്റെ ദൈവത്തിന്റെ ചാരന്മാർ എന്ന പുസ്തകമാണ് ഞാൻ വായിച്ചതിൽ വെച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ജീവിതത്തിന്റെ അർത്ഥവും ലക്ഷ്യവും ബന്ധങ്ങളുടെ വിലയും ആഴവും വളരെ ലളിതമായ രീതിയിൽ മനസ്സിലാക്കി തരുന്ന ഒരു പുസ്തകമാണിത്. ഒരുപാട് ഓർമ്മപ്പെടുത്തലുള്ള ഈ പുസ്തകം ചുറ്റുമുള്ള നമ്മുടെ കാഴ്ചകളെ വളരെ സുന്ദരമായ രീതിയിൽ നോക്കിക്കാണുവാൻ ഇത് സഹായിക്കുന്നു. സത്യത്തിൽ നാം ഓരോരുത്തരും ആരുടെയൊക്കെയോ ജീവിതത്തിലെ ദൈവത്തിന്റെ ചാരന്മാരാണെന്ന് ഒരു നിമിഷം ചിന്തിച്ചു പോകും ഈ പുസ്തകം വായിച്ചെടുക്കുമ്പോൾ. എഴുത്തുകാരൻ തന്റെ ജീവിതത്തിൽ കണ്ടുമുട്ടിയിട്ടുള്ള വ്യക്തികളുടെ അനുഭവങ്ങളും കഥകളുമാണ് ഈ പുസ്തകത്തിൽ പങ്കുവച്ചിരിക്കുന്നത്. അങ്ങനെ കടന്നു വന്നിട്ടുള്ള വ്യക്തികളിൽ അദ്ദേഹത്തെ കൂടുതൽ നല്ല മനുഷ്യനാക്കാൻ പ്രേരിപ്പിച്ചവരെ അദ്ദേഹം ദൈവത്തിന്റെ ചാരന്മാർ എന്ന് വിശേഷിപ്പിക്കുന്നു. ആ അനുഭവങ്ങളിലൂടെ ജീവിതത്തെ പുതിയ കാഴ്ചപ്പാടിൽ നോക്കിക്കാണുവാൻ ഈ പുസ്തകം നമ്മെ സഹായിക്കുന്നു. A warm welcome to everyone. I hope that everyone is doing okay in these difficult times. Now, due to this never-ending pandemic, all of us are restricted to the four walls of our house and we're literally doing nothing at all. But because of this particular reason right here, we can't just sit still and do absolutely nothing, can we? No, we can't. So what we should try to do is that we should try to enlighten our minds. And the best way to do that is to read books. And have I got the right one for you? Great Expectations by Charles Dickens. The novel is set in Kent and London in the early mid-19th century and follows the childhood and young adult life of an orphan boy, Pip,
who is a blacksmith's apprentice who then comes into a large fortune and moves into London and enters into a high society. But later on, he loses his money. The story also follows Pip's dealings with Estella, a young woman who he adores but who cannot return his love. It also gives into account of how Pip helps out a convict Magwitch and also about the eccentric Miss Havisham. Now, every novel, book, or story has a meaning to it, and so does Great Expectations. So, Great Expectations was in one way a critique of the Victorian society at that time, and in another way, and the most important way, it was a way that helped one to search for his true identity. During the course of the novel, Pip comes to realize that his great expectations like wealth, social status are less important than loyalty and compassion. So from this novel, what each and every one of us, whether it be me, you, the next guy, or anyone, is that we should never compromise our love, loyalty, and compassion for wealth and social status. Our world is developing at a running rate, and just a small piece of advice, just a small one, don't try to run with it, because the world's a huge place and you'll just simply be forgotten. So instead of that, stand still, look around you, realize the beauty around you, and most importantly, realize yourself. And that's all you need. Thank you. അക്ഷരമാണു ഞാൻ ക്ഷരമില്ലതക്ഷരം ക്ഷരമില്ല മർത്യനെന്തറിയില്ലെന്നേ അറിവാണു ഞാൻ തിരിച്ചറിവാണു ഞാൻ അറിവില്ല പൈതങ്ങളതറിയുന്നുവോ ഇന്ന് വായന മരിക്കുന്നു വായന മരിച്ചു പോയി വാരമായി ഘോഷിപ്പു വായനയെ പക്ഷേ അക്ഷരമാണു ഞാൻ ക്ഷരമില്ലാതക്ഷരം മൃത്യുവില്ലാത്തവ ചിരജീവികളെ. എല്ലാവർക്കും വായനാ ദിനാശംസകൾ. വായനയെക്കുറിച്ച് എൻ്റെ കാഴ്ചപ്പാടുകളും കുറച്ച് അറിവുകളും ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. കാണാത്ത ലോകം കാണിക്കുകയും കേൾക്കാത്ത ലോകം കേൾപ്പിക്കുകയും ചെയ്യുന്ന മാന്ത്രികരാണ് പല പുസ്തകങ്ങളും. ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ വായനയെ നമുക്കൊരു പുസ്തകത്തിലേക്ക് ചുരുക്കേണ്ടതില്ല. നമ്മുടെ ടെക്നോളജി വളർന്നതിനനുസരിച്ച് നമുക്കിപ്പോൾ ഇ ബുക്സും ഓഡിയോ ബുക്സും ഒക്കെ അവൈലബിൾ ആണ്. ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചൂസ് ചെയ്യാം. എനിക്ക് പേഴ്സണലി ഒരു ബുക്ക് സ്റ്റോറിൽ പോയി ഒരു ബുക്ക് സെലക്ട് ചെയ്ത് അത് വായിക്കാനാണ് ഇഷ്ടം. അതുപോലെ തന്നെ ഓരോ വായനക്കാരൻ്റെയും ഇഷ്ടാനിഷ്ടങ്ങൾക്കും ചിന്താഗതിക്കും കാഴ്ചപ്പാടുകൾക്കൊക്കെ അനുസരിച്ച് ഒരു പുസ്തകത്തിൻ്റെ ഉള്ളടക്കം ഓരോരുത്തരും മനസ്സിലാക്കുന്നത് വ്യത്യസ്തമായിട്ടാണ്. നമുക്കറിയാം, നമുക്ക് പ്രിയപ്പെട്ട പല ഫിലിംസും സീരീസും എല്ലാം നോവലുകളുടെയൊക്കെ ദൃശ്യാവിഷ്കാരമാണ്. അതിന് എക്സാമ്പിളാണ് ഹാരി പോട്ടർ, ലോർഡ് ഓഫ് ദി റിങ്സ്, ട്വൈലൈറ്റ് സാഗ, ഗെയിം ഓഫ് ത്രോൺസ് ഒക്കെ. നമ്മളത് എത്ര തന്നെ എൻജോയ് ചെയ്തെന്ന് പറഞ്ഞാലും ഒരു പുസ്തകത്തിനെ ഒരു സിനിമയാക്കി മാറ്റുമ്പോൾ അത് നമ്മുടെ ഇമാജിനേഷൻ ഒരു ലിമിറ്റ് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. ഒരു സിനിമ കാണുമ്പോൾ നമ്മൾ അതിലൊരു ഔട്ട്സൈഡറാണ്, പക്ഷേ ഒരു പുസ്തകം വായിക്കുമ്പോൾ നമ്മൾ അതിലൊരു ക്യാരക്ടറായി മാറുകയാണ് ചെയ്യുന്നത്. ആസ് ജോർജ് R.R. മാർട്ടിൻ സെഡ്, എ റീഡർ ലിവ്സ് 1,000 lives before he dies. നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധി ഘട്ടങ്ങളിലും എല്ലാം ഒരു സുഹൃത്തായും ഒരു ഗൈഡായും ഒക്കെ പ്രവർത്തിക്കാൻ ചില പുസ്തകങ്ങൾക്ക് പ്രത്യേക കഴിവാണ്. പല മഹാന്മാരുടെയും ഓട്ടോബയോഗ്രഫീസ് അതിന് എക്സാമ്പിളാണ്. എന്നെ അതുപോലെ എൻ്റെ ജീവിതത്തിൽ സ്വാധീനിച്ച ഒരു പുസ്തകം ഫേമസ് ബ്രസീലിയൻ റൈറ്റർ പൗലോ കൊയ്ലോയുടെ ആൽക്കമിസ്റ്റാണ്. നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ആത്മാർത്ഥമായ ഒരു കാര്യം ആഗ്രഹിച്ചാൽ ആ ആഗ്രഹപൂർത്തീകരണത്തിനായി ലോകം മുഴുവൻ നമ്മുടെ കൂടെ നിൽക്കുമെന്നുള്ള ഒരു പവർഫുൾ മെസ്സേജാണ് ആ പുസ്തകം കൺവേ ചെയ്യുന്നത്. ഒരു പുസ്തകം വെറുതെ വായിച്ചു വിടാതെ അതിൽ നല്ലതെന്ന് തോന്നുന്ന വാല്യൂസ് നമ്മുടെ ജീവിതത്തിലും കൂടി ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. വായിക്കുക, പഠിക്കുക, 100 വാക്കിൽ ഉത്തരം എഴുതാനല്ല, മറിച്ചൊരു ചോദ്യമെങ്കിലും ചോദിക്കാൻ. താങ്ക്
ഇതിനോടനുബന്ധിച്ച് വെസ്റ്റ്ഫോർട്ടിലെ വിദ്യാർത്ഥികൾ നടത്തിയ കലാപരിപാടികൾക്ക് നന്ദി രേഖപ്പെടുത്തുന്നു. ഓരോരും ചെറുതല്ല എന്നുള്ള ഓർമ്മപ്പെടുത്തലോടുകൂടി ഈ വാർത്തകൾ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.